ഹായ് ഗൈസ്. ഇന്ന് ഞാനൊരു ഫ്ലോലെസ് മേക്കപ്പാണ് കാണിക്കുന്നത്. ഒരു ഫ്ലോലെസ് മേക്കപ്പ് ഫിനിഷിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ഫ്ലോലെസ് ബേസ് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്കൊരു ഫ്ലോലെസ് ബേസ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടോണി മോളി എന്ന ബ്രാൻഡിൻ്റെ ടോണറാണ്. നമുക്ക് മേക്കപ്പ് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം നമ്മുടെ സ്കിന്നിന് ചേർന്ന ഒരു ടോണർ ചൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ സെറമൈറ്റ് ടോണേഴ്സ് യൂസ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഡ്രൈ സ്കിന്നുള്ള ആളുകളിലാണ് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേക്കി ആയി പോകുന്നതും ഡ്രൈ ഔട്ടായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ സെറമൈറ്റ് കണ്ടൻറ്റുള്ള ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണർ ഒന്ന് ഫേസിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 to 20 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത് കോഡാലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതിനകത്ത് റീസെൻ്റായിട്ട് മേടിച്ചതാണ്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ മോയ്സ്ചറൈസർ. നെക്സ്റ്റ് നമുക്കൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം. സോ സൺസ്ക്രീൻ്റെ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു പ്രൈമറാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു പ്രൈമറാണ് ഉള്ളത്, സ്മാഷ് ബോക്സിൻ്റെ. നിങ്ങളുടെ കയ്യിൽ ഉള്ള പ്രൈമർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കവർ ചെയ്യാം. അതിനുവേണ്ടി ഒരു കൺസീലർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടി എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു കൺസീലറാണ്. ഇത് അത്യാവശ്യം കവറേജ് തരുന്നൊരു കൺസീലറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻസ് ഉള്ള സ്ഥലത്താണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ആക്നെ സ്പോട്സിലല്ല. പിന്നെ ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ അണ്ടർ ഐസിൻ്റെ സൈഡിലായിട്ട്. പിന്നെ എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഇവിടെ ആയിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഇടുന്നു. ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്കൊരു ബ്രഷ് വെച്ചിട്ടോ ബ്ലെൻഡർ വെച്ചിട്ടോ നമുക്കത് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. വൺസ് നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ കൺസീലർ എങ്ങാനും ഡ്രൈ ഔട്ടായി പോവുകയാണെങ്കിൽ, ഇപ്പോൾ എ സിയിലൊക്കെ നിന്നിട്ടാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് ഫിക്സർ എടുക്കുക, ജസ്റ്റ് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് മോയിസ്റ്റ് ആവും. എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള കൺസീലറോ ഫൗണ്ടേഷനോ ഡയറക്റ്റായിട്ട് ബ്രഷ് വെച്ചിട്ടോ ബ്ലെൻഡർ വെച്ചിട്ടോ ബ്ലെൻഡ് ആക്കരുത്. ഇപ്പം എൻ്റെ പിഗ്മെൻറ്റേഷൻസ് എല്ലാം ഞാൻ കവർ ചെയ്തു. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷനും ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട അത്ര എമൗണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഇത്ര പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫേസിൽ ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കാം. വൺസ് ഇത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുക, എന്നിട്ട് ബ്ലെൻഡ് ആക്കുക കേട്ടോ.
ഇൻ കേസ് ഇപ്പോൾ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ മുഖത്ത് ഫൈൻ ലൈൻസ് പോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ ബ്രിസിൽസിൻ്റെ ലൈൻസ് ആണത്, അതുപോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടും. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടോ, ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. സോ ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അതെനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യാൻ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. സെയിം കൺസീലർ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഐലിഡ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയും എമൗണ്ട് ഓഫ് കൺസീലർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഒന്നും പ്രശ്നം വരാതെ നോക്കണം. ഐബ്രോസിൻ്റെ മുകളിലൊന്നും ആവാതെ നോക്കണം. ഇപ്പോൾ തൽക്കാലം ഐലിഡ്സിൻ്റെ മുകളിൽ മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൺസീലർ വെച്ചിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും കൺസീലർ ഒരു ലിറ്റിൽ എമൗണ്ട് എടുക്കാം. എത്ര മതിയായിരിക്കും. എന്നിട്ട് ഒരു തിന്നായ ബ്രഷ് യൂസ് ചെയ്ത്, ലൈക്ക് ഇത്രയും തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്ത് നമുക്കിത് ലൈൻ ചെയ്ത് കൊടുക്കാം. കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ടൈം എടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഇങ്ങനെ മുകളിലും താഴെയും വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഈ കുഞ്ഞു ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ പുറത്തോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഈ രണ്ട് ഐബ്രോസും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ? ഇത് ഞാൻ ഷേപ്പ് ചെയ്ത ഐബ്രോസാണ്, ഇത് ഷേപ്പ് ചെയ്യാത്തതാണ്. ഇനി ഈ ഐബ്രോസും ഞാൻ ഷേപ്പ് ചെയ്യാം. എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനത് കൺസീലർ വെച്ച് ഷേപ്പ് ചെയ്തപ്പോൾ വീണ്ടും ഒരു ത്രെഡ് ചെയ്തൊരു എഫക്റ്റാണ് എനിക്ക് കിട്ടിയത് ഐബ്രോസിന്. ഓക്കെ, ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നമുക്ക് കുറച്ച് ക്രീസ് പോലെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തപ്പോൾ. ഈ ക്രീസ് വരുന്നത് വളരെ നോർമലാണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ക്രീസ് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്കൊരു കോട്ടൺ ബഡ്സ് യൂസ് ചെയ്തിട്ടാട്ടോ അത് റിമൂവ് ചെയ്യുന്നത്. സോ ഒരു കോട്ടൺ ബഡ്സ് എടുക്കാം. എന്നിട്ട് എവിടെയാണോ ക്രീസ് അവിടെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. ഇത് എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അവിടെ ബ്ലെൻഡ് ആക്കുക. ഇനി നിങ്ങൾക്ക് ക്രീസ് വരില്ല. ചില ആളുകൾക്ക് ഇവിടെ സ്മൈൽ ലൈൻസിലൊക്കെ വരും. സ്മൈൽ ലൈൻസിൽ വരുവാണെങ്കിലും സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ക്രീസ് വന്നിട്ടുള്ള ഒരു വൃത്തികേട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള കൺസീലർ എല്ലാം ഒന്ന് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാം. ലൂസ് പൗഡർ യൂസ് ചെയ്യാം, കോമ്പാക്റ്റ് യൂസ് ചെയ്യാം, അല്ലാതെ കിട്ടുന്ന ബനാന പൗഡേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ബ്രഷിലെടുക്കും. എന്നിട്ട് എക്സസ് ഒന്ന് തട്ടിക്കളയുക. എന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം.
സോ ദാറ്റ് നമ്മുടെ കൺസീലർ അവിടെ തന്നെ ഇരിക്കും. അല്ലാതെ വിയർത്ത് കഴിഞ്ഞാൽ ചിലർക്ക് കൺസീലറൊക്കെ ഇങ്ങനെ ഒലിച്ചു വരും ഫേസിൽ. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്ലൈമറ്റ് ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമിഡ് ക്ലൈമറ്റിലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാക്സ് ചെയ്യണം. ഓക്കെ. അപ്പം ഞാൻ പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിലൊരു ചെറിയ പാലറ്റാണുള്ളത്. ഇത്ര കളേഴ്സേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ബേസിക് കളർ എടുക്കുന്നു. എന്നിട്ട് എക്സസ് എപ്പോഴും നമ്മൾ കളയണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്രീസ് ഇല്ലേ, അവിടെ മാത്രമായിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട കളർ, ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒരു ഡാർക്കർ, ഒരു പേർപ്പിൾ അല്ല, ഒരു ഡാർക്കർ ബ്രൗൺ പിങ്ക് പോലത്തെ കളറാണ് ഞാൻ ഇന്ന് എൻ്റെ ഐസിൽ ഇടാൻ വേണ്ടി ഞാൻ നോക്കുന്നത്. സോ ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കളർ എടുക്കുക, എക്സസ് തട്ടിക്കളയാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ 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 എന്നിട്ട് ഐസിൻ്റെ ഈ ഒരു സെൻറ്റർ വരെ വരാം, ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഓക്കെ. എന്നിട്ട് ഇത്ര അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ഞാൻ കുറച്ചും കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള ഈ ഒരു കളർ എടുക്കുന്നു. എന്നിട്ട് അത് ഞാൻ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഈ ബ്രഷ് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ടിഷ്യൂലൊന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നത് വീണ്ടും ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കുന്നു. എന്നിട്ട് ഐസിൻ്റെ ഈ ഒരു ഇന്നർ കോർണറില്ലേ, അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതൊരു നല്ല ട്രാൻസിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഡ് യൂസ് ചെയ്യാവുന്ന. എൻ്റെ പാലറ്റിൽ ഇപ്പോൾ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് ഇതാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കളേഴ്സിൻ്റെ ട്രാൻസിഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്യാം. ഗ്ലിറ്റർ ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ട് അപ്ലൈ ചെയ്യാറ്. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇതൊരു ലൈറ്റർ ഷെയ്ഡാണ്. ഇത് കുറച്ചിങ്ങനെ ഫിംഗർ ടിപ്പിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ ഐസിൻ്റെ സെൻറ്ററിൽ ടച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം, ഈ സൈഡിലോട്ട് ഇടണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ആക്കാം കേട്ടോ. ഐ തിങ്ക് കുറച്ചുകൂടെ വേണം. ഇനി ഞാൻ ഈ സെയിം മേക്കപ്പ് തന്നെ ഈ ഐസിൽ ചെയ്തിട്ട് വരാം. ഓക്കെ, ഡൺ. ഇനി ഐലൈനർ അപ്ലൈ ചെയ്യണം. ഐലൈനർ അപ്ലൈ ചെയ്യാനും എനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാൻ ജസ്റ്റ് ഒരു വിങ്ങാണ് ഇടുന്നുണ്ടായിരിക്കുള്ളൂ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു വിങ് മാത്രം ഇടാം. ഇപ്പം ഞാൻ എൻ്റെ ലൈനർ ഇട്ടു. ലൈനർ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലാഷ് കൂടെ വെക്കാമെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ലാഷ് കൂടെ വെച്ചിട്ടുണ്ട്. ലാഷ് കൂടെ വെച്ചപ്പോൾ ഇപ്പം എൻ്റെ ഐസ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായി, കുറച്ചുകൂടെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വിങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഈ കോർണർ കുറച്ചൊന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഒരു മെയിൻ കാര്യം മറന്നു, കോണ്ടോർ, ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ. ഈ മൂന്നും നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോണ്ടോർ. സോ എൻ്റെ അടുത്തൊരു കോണ്ടോർ സ്റ്റിക്കാണുള്ളത്. ഇത് വന്നിട്ട് സ്റ്റാർ സ്ട്രക്കിൻ്റെ ആണ്. ഇത്
ഒത്തിരി ഡാർക്കർ ഷെയ്ഡല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് വേണമായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നെ നെറ്റിയുടെ ഇവിടെ, പിന്നെ നോസിൻ്റെ ഈ ഒരു ഭാഗത്ത്, പിന്നെ ഇവിടെ. ഓക്കെ, ഇനി ഒരു ബ്ലഷ് കൊണ്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. കുറച്ചുകൂടെ ചെറിയ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്, ഈ നോസിൻ്റെ ഈ സൈഡിലല്ല. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ബ്രഷൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് തന്നെ ബ്ലെൻഡ് ആക്കുക. ഇപ്പം എൻ്റെ ഫേസിൽ കുറച്ച് ഷാഡോസ് ഒക്കെ വന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാനൊരു പൗഡർ ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൗഡർ ആയിട്ടുള്ള ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ക്രീം ബ്ലഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രീം ആയിട്ടുള്ള ഹൈലൈറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലോലെസ് ആയിട്ട് നമുക്ക് കിട്ടും ഫൈനൽ ഔട്ട്പുട്ട്. സോ ഞാനിവിടെ പൗഡർ ബ്ലഷും പൗഡർ ഹൈലൈറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഷുഗറിൻ്റെയാണ്. ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്, ഈ ഒരു ഷെയ്ഡാണ്. സോ ഞാനിങ്ങനെ ഒരു ബ്രഷ് എടുക്കുന്നു, ഒരു ഫെയർ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ബ്രഷിലാക്കിയിട്ട് ഈ ഒരു ഹൈ ആയിട്ടുള്ള പോയിന്റ്സിൽ വേണം കേട്ടോ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ. പിന്നെ കുറച്ച് നോസിൻ്റെ ടിപ്പിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. എവിടേക്കാണ് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടം അവിടേക്ക് ചെയ്യാം. ഞാൻ യൂഷ്വലി ചിന്നിൽ ഇച്ചിരിയേ ഇടാറുള്ളൂ, നോസ് ടിപ്പിലും പിന്നെ ഈ ഹൈ പോയിന്റ്സിലും. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഇതാണ് എൻ്റെ ഹൈലൈറ്റർ. സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ, ഷുഗറിൻ്റെ തന്നെയാണ്. അതൊരു ഫെയർ എമൗണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ബ്രഷിലാക്കുന്നു. എന്നിട്ട് കണ്ടോ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കണ്ടോ? പിന്നെ ഞാൻ എൻ്റെ ഫിംഗർ ടിപ്പിലാക്കിയിട്ട് നോസിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ കുറച്ച് ഹൈ പോയിന്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളല്ലേ ഫേസിൽ. അപ്പോൾ ഫേസിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന നിൽക്കുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലോയി ലുക്ക് കിട്ടും നമുക്ക്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ ഫേസ് നല്ല ഗ്ലോയി ആയിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്, ഗ്ലോസി ലിപ്സ് വേണോ അതോ മാറ്റ് ലിപ്സ് വേണോ എന്ന്. ഞാൻ ഗ്ലോസി ലിപ്സാണ് ആദ്യം വിചാരിച്ചത്. ഇപ്പം എൻ്റെ ഫേസ് ഇത്രയും ഗ്ലോ ആയി നിൽക്കുന്നത് കാരണം ഞാൻ മാറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഗ്ലോസി ലിപ്സ് തന്നെ മതിയെന്ന്. ആൻഡ് ലിപ്സിൽ ഒത്തിരി കളേഴ്സൊന്നും ആഡ് ആക്കുന്നില്ല. ഞാനൊരു ഡാർക്കർ ഷെയ്ഡ് കൊണ്ട് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഒരു ഗ്ലോസ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ലിപ് പ്ലംബിംഗ് ഗ്ലോസ് ആണ്. പ്ലംബിംഗ് എഫക്റ്റും കിട്ടും. സോ ഇതാ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്ലൈറ്റ്ലി കളറും കൂടെ കിട്ടും ഈ ഒരു ഷെയ്ഡ്.
ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ചെയ്ത മേക്കപ്പ് എല്ലാം ഫിക്സ് ചെയ്യണം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്ത മേക്കപ്പിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് ഒരു പൗഡർ ആയിട്ട് കോമ്പാക്റ്റോ ലൂസ് പൗഡേഴ്സോ കൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ യൂഷ്വലി അത് ചെയ്യാറില്ല, അത് ചെയ്യണം എന്നുള്ളവർക്ക് അത് ചെയ്യാം. എനിവേ അത് ചെയ്താലും ഇല്ലെങ്കിലും ഒരു മേക്കപ്പ് ഫിക്സർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത്യാവശ്യം ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഇത്ര ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ,